കലാലയ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കലാലയെ കുറിച്ച് പരിചയപ്പെടുന്നത് നാറാത്തെ സാമൂഹിക സാംസ്കാരിക പൊതുപ്രവർത്തകനായ ശ്രീ മനീഷ് കണ്ണോത്തിനെയാണ്. ഇതാണ് നമ്മുടെ നാറാത്തുള്ള ശ്രീ മനീഷ് കണ്ണോത്ത്. നമുക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം മനീഷ് കണ്ണോത്ത്. നമസ്കാരം. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പ്രവർത്തനങ്ങളും അങ്ങനെ പോകുന്നുണ്ട്. ഏത് മേഖലകളിൽ? പറഞ്ഞ പോലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ കാർഷിക പൊതു മേഖലകളിൽ ഇതുവരെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്? നമ്മുടെ നാട്ടിൽ വേണ്ടുന്ന ദൈനംദിന ജനങ്ങൾ അനുഭവിക്കുന്നതും അതുപോലെ നാട്ടിൽ ആവശ്യമുള്ളതുമായ ഏകദേശം എല്ലാ പ്രവർത്തനങ്ങളും, അതായത് ശ്വസിക്കുന്ന വായു മുതൽ കുടിക്കുന്ന വെള്ളം തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും ദൈവസാച്ചാൻ്റെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനെ തേടി ഒരുപാട് അംഗീകാരങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണ് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ളത്? ഉണ്ട്, കുറച്ച് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതായത് കണ്ണൂർ ജില്ലയിലെ മികച്ച യുവ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അവാർഡ്, അതുപോലെ യുവരത്ന പുരസ്കാരം, അതുപോലെ ഇപ്പം അവസാനം കിട്ടിയത് നമ്മുടെ യങ് ഇന്ത്യ പുരസ്കാരം. എപ്പോഴും ഒരു 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 4-5 മാസമായി. എവിടെ വെച്ചിട്ടായിരുന്നു അത്? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തുള്ള അടിയോടി ഹാളിൽ വെച്ചാണ് അത് കിട്ടിയത്. പുരസ്കാരം എന്തായിരുന്നു? പുരസ്കാരം അതായത് യങ് ഇന്ത്യയിലുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ, ഇന്ത്യയുടെ യുവത്വം, ആ രീതിയിലൊരു പുരസ്കാരമാണ് ഇത് അവസാനമായി കിട്ടിയത്. മനീഷ് കണ്ണോത്ത് പുള്ളി ഇടപെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ എനിക്ക് തന്നെ അറിയാം. ഞാൻ തന്നെ മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വേണ്ടി നല്ലൊരു പാട്ട് പാടും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കാർഷിക വൃത്തിയിലും ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മനീഷ് കേട്ടോ. നല്ലൊരു കർഷകൻ കൂടിയാണ്. പ്രതികരണങ്ങൾ മാത്രമല്ല, നല്ലൊരു കർഷകനാണ്. കൂടാതെ നാട്ടിലൊരു സാമൂഹിക യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ മനീഷ് കണ്ണോത്ത് എന്ന് പറയുന്ന സാമൂഹിക സാംസ്കാരിക പൊതുപ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായിട്ടുള്ള മനീഷ് കണ്ണോത്ത് കലാലയ കുറ്റ്യാട്ടൂരിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി 1-2 ഗാനങ്ങൾ ആലപിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ മനീഷ് നമുക്ക് വേണ്ടി കലാലയ കുറ്റ്യാട്ടൂരിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഗാനാലാപനം നടത്തുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി മനീഷിനോട് അഭ്യർത്ഥിക്കുകയാണ്. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയ്യായി വിരിയണ മലനാട്, വേലയും പൂരവും കുടിയേറും കാവി വെളിച്ചപ്പാടുറയണ വള്ളുവനാട്, ഒരു വേലി പെണ്ണായി ചമഞ്ഞൊരുങ്ങും വള്ളുവനാട്. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയ്യായി വിരിയണ മലനാട്, വേലയും പൂരവും കുടിയേറും കാവി വെളിച്ചപ്പാടുറയണ വള്ളുവനാട്. ചാടതരാ മുത്തുമണിത്തൂവൽ തരാ, അല്ലിത്തളിരാടതരാ, മറുപൂവിതളി മധുരം പകരാ, ചെറുപൂങ്കാറ്റായി മിള്ളിത്താരാട്ടാൻ, എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ, മുത്തുമണിത്തൂവൽ തരാ, അല്ലിത്തളിരാടതരാ. മനീഷിന് കലാലയ കുറ്റ്യാട്ടൂരിൻ്റെ എല്ലാവിധ ആശംസകളും ഭാവി പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ മനീഷിനെ ആളുകൾ ബന്ധപ്പെടാം. കാരണം ഇതുപോലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ, പൊതുപ്രശ്നങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മറ്റും മനീഷിനെ തീർച്ചയായിട്ടും ബന്ധപ്പെടാം. അല്ലേ മനീഷേ? അതെ, തീർച്ചയായിട്ടും നാറാത്ത സഹകരിക്കണം.
ഓണപ്പറമ്പ് കണ്ണൂരിനടുത്ത് വാച്ചാപ്പുറം. വാച്ചാപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നാറാത്ത് പഞ്ചായത്തിലെ കണ്ണൂരിനടുത്ത നാറാത്ത് പഞ്ചായത്തിലെ വാച്ചാപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് മനീഷ് താമസിക്കുന്നത്. അപ്പോൾ മനീഷിനെ എല്ലാവർക്കും ആവശ്യമെങ്കിൽ, കാരണം മനീഷിൻ്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇതുപോലെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് തീർച്ചയായും ബന്ധപ്പെടാമെന്നാണ് മനീഷ് പറയുന്നത്. അല്ലേ മനീഷ്? അതെ. അപ്പോൾ മനീഷിൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എൻ്റെ 944 62 31 000. അപ്പം നമ്മളിങ്ങനെയുള്ള നാട്ടിലുള്ള കാര്യങ്ങൾ എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അത് വിജയിപ്പിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും കൂട്ടായ്മ, ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞ പോലെ, ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം. അപ്പോൾ എല്ലാവരും കൂട്ടായി പ്രയത്നിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും അസാധ്യമല്ല. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളും നമുക്ക് ശാശ്വതമായിട്ട് തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതിലെല്ലാവരുടെ സഹകരണം ആവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി മനീഷിനെ നന്ദി പറയുകയാണ്. നന്ദി. ഓക്കെ, സ്വാഗതം.